എടാ, പ്രതീക്ഷയാണ് ലൈഫ്. പ്രതീക്ഷ ഉണ്ടെങ്കിലാണ് ലൈഫിന് രസം ഉണ്ടാവുള്ളൂ. ഹോപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഉള്ളിലേക്ക് വരുന്നത്, കോളേജിൽ ഒരു ഇന്റർ കോളേജ് മത്സരം വന്നു. രചനാ മത്സരങ്ങളാണ്, എഴുത്തുകളാണ്. അപ്പോൾ കഥാരചനക്ക് കോളേജിൽ നിന്ന് ഞാനാണ് പങ്കെടുത്തത്. അപ്പം ഞങ്ങൾ വാപ്പാണ് പറഞ്ഞു, വാപ്പ മലയാള കഥാരചനക്കാണ് പേര് വന്നിട്ടുള്ളത്, എന്തൊക്കെയാ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ്. അപ്പോൾ അവസാനമായപ്പോൾ മൂപ്പര് എനിക്ക് ഇങ്ങോട്ട് കഥൻ്റെ ക്ലൈമാക്സ് ഇങ്ങോട്ട് തന്നെ അയച്ചു. അപ്പോൾ ഫലസ്തീന് ഒക്കെ കത്തിക്കുന്ന സമയമാണ്, വിഷയം എന്തായാലും ഫലസ്തീനാണ് വരിക. അപ്പോൾ എങ്ങനെ നോക്കി നോക്കുന്നതായിട്ടൊരു സാധനം അയച്ചു. അതിങ്ങനെയുണ്ടോ: അല്പം അകലെ ടാങ്കറുകൾ ഇടിച്ചു നിരത്തിയ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ ബുൾഡോസറുകൾ കടയോടെ പിഴുതു മാറ്റിയ ഒലിവ് ചെടിയുടെ അടിവേരിൽ നിന്നും ഒരു ഇളം നാമ്പ് തല പൊക്കി നോക്കുന്നുണ്ടായിരുന്നു. എന്താ പറയാ, പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം, ഫലസ്തീനികളൊക്കെ അവരെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പൂർണ്ണമായിട്ട് ഹോപ്പാണ്. അതിൽ നമുക്ക് യാതൊരു സംശയമല്ല. കാരണം അവിടെ നമ്മൾ ഒരിക്കലും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. അവർ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രതീക്ഷയാണ് അവരുടെ ആയുധം എന്നുള്ളത്. അപ്പം അത്തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അതിന് പ്രതീക്ഷയായിരിക്കണം നമ്മളെ ആയുധമാക്കേണ്ടത്.